നമസ്കാരം. പ്രധാന വാർത്തകൾ. കെ സുധാകരനെതിരായ തട്ടിപ്പു കേസിൽ കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണവുമായി CPM. സുധാകരനെതിരായ പരാതിക്ക് പിന്നിൽ കോൺഗ്രസ് നേതാവെന്ന് AK ബാലൻ. KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയില്ലെന്ന കെ സുധാകരൻ. ദേശാഭിമാനിക്കും MV ഗോവിന്ദനുമെതിരെ മാനനഷ്ട കേസ് നൽകും. പിന്നെന്താ വിഷയം? എന്താ വിഷയം? എന്താ നീ എന്തു ചെയ്യും? പറ്റൂല. കൺസെഷനെ ചൊല്ലി കണ്ടക്ടർക്ക് നേരെ SFIയുടെ മർദ്ദനം. സംഭവം എറണാകുളം മഹാരാജാസിന് മുന്നിൽ. മർദ്ദനം വിദ്യാർത്ഥിയെ തല്ലിയതിന് പ്രതികാരമായി. അടിപിടിയുടെ ദൃശ്യങ്ങളും പുറത്ത്. സംസ്ഥാനത്തെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക്. മിനിമം വേതനം 40,000 രൂപയാക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ആശുപത്രികൾ സ്തംഭിപ്പിക്കുമെന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നീണ്ട പ്രകടനം നടത്താൻ നീക്കം. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ നിഖിൽ തോമസിനെ കായംകുളത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. മൊബൈൽ ഫോൺ കരിപ്പുഴ തോട്ടിലെറിഞ്ഞെന്ന മൊഴി കളവെന്ന് പോലീസ്. വിദേശത്തുള്ള അഭിനയ നാട്ടിലെത്തിക്കാൻ നോട്ടീസ് ഇറക്കും. വ്യാജരേഖ കേസിൽ K വിദ്യ നീലേശ്വരം പോലീസിന് മുന്നിൽ ഹാജരായില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെമിനാരികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് തീരുമാനം നടപ്പിലാക്കാത്ത വൈദികരുടെ വിവരങ്ങൾ 10 ദിവസങ്ങൾക്കകം നൽകണമെന്നും റക്ടർമാർക്ക് നിർദ്ദേശം.